guys, welcome back to my channel Chammy's vlog. Guys. Guys, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഖത്തറിലേക്ക് പോവുകയാണ്. ഇതൊരു എന്താ പറയണ്ടേ, ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ഖത്തറിലേക്ക് പോകുന്നുണ്ട്. എന്താ പ്രതീക്ഷിക്കാണ്ട് വന്നൊരു ട്രിപ്പ്. ഇവിടുന്ന് ഇപ്പോൾ ദുബായിൽ നിന്ന് അതെ, മാധുവിന് വരാൻ പറ്റില്ല. ദുബായിൽ നിന്ന് റിസോർട്ട് വേൾഡ് ക്രൂയിസ് എന്ന് പറഞ്ഞിട്ടൊരു ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോകണം എന്നുള്ളത് നമ്മുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നടക്കൂല, ഏപ്രിൽ വരെയാണ് അതിന് ടൈമില്ല. കഴിയാനാകുമ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. പക്ഷേ പ്രതീക്ഷിക്കാണ്ട് നമുക്ക് ഇന്ന് പോകാനുള്ള ഒരു അവസരം കിട്ടി. എന്താ പ്രത്യേകിച്ച് പ്ലാനിങ് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് റെഡി ആവുമെന്ന് പോകുന്നില്ല. ഇന്ന് ഉച്ചക്കാണ് നമുക്ക്, ഇന്നലെ നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് റിപ്ലൈ ഒന്നും കിട്ടിയിട്ട് ഇന്ന് നമുക്ക് റിപ്ലൈ കിട്ടി. അപ്പം നമ്മൾ ഇന്ന് പോയി വരാ അതാ മനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പോകാൻ നിൽക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോകാം. ബൈ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോർട്ട് റാഷിദ് പോയി. അടുത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്രൂയിസ്, വേൾഡ് റിസോർട്ട് ക്രൂയിസ്. ശരിക്കും നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ ആയിരുന്നു എത്തിയത്. ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ലേറ്റ് ആകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റ് ആയിട്ടൊന്നുമില്ല, കറക്റ്റ് ടൈമിന് തന്നെ ആയിരുന്നു നമ്മൾ എത്തിയത്. ഇപ്പോൾ ഈ കാണുന്നതാണ് പോർട്ടും ക്രൂയിസും. കൊള്ളാല്ലേ, നല്ല ഡ്രസ്സാണ്. ശരിക്കും ഈ ക്രൂയിസിന് 3 കൺട്രിയിലേക്കാണ് പാക്കേജ് ഉണ്ടായത്. അതായത് ഒന്ന് സെർബേനിയാസ്, ഒന്ന് ദോഹ, പിന്നെ ഒന്ന് മസ്കറ്റ്. അപ്പോൾ നമ്മൾ ദുബായ് ടു ദോഹയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായത്. 2 നൈറ്റ് സ്റ്റേ. അതായത് നമ്മൾ 22-ന് പോയിട്ട് 24-ന് ഉച്ചക്ക് ദുബായിലേക്ക് എത്തും. അതായിരുന്നു നമ്മളെ പാക്കേജ്. പിന്നെ നമ്മൾ നേരെ പോർട്ടിൻ്റെ അകത്തേക്ക് കയറി. നമുക്ക് എയർപോർട്ടിലുണ്ടാകുന്ന ചെക്കിങ് പോലെ തന്നെ പോർട്ടിലും ഉണ്ടായിരുന്നു. എയർപോർട്ടിലുള്ള അത്ര വരില്ല, എന്നാലും അത്യാവശ്യം ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മുടെ ക്രൂയിസ്. ഇതിലാണ് നമ്മൾ 2 ദിവസം നിൽക്കാൻ പോകുന്നത്. ശരിക്കും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഷിപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. അപ്പോൾ ആ ആഗ്രഹം നടക്കാൻ പോകുന്നൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുണ്ടായിട്ട് എന്നാലും അത്യാവശ്യം ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ക്രൂസിൻ്റെ അകത്തേക്ക് കയറി. നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ പുറത്ത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ചോദിച്ചാൽ ദൈവം എത്ര തണുപ്പുണ്ടോയെന്ന്. ഷിപ്പിൻ്റെ അകത്ത് കയറിയിട്ടാകുമ്പോഴും നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ടാകുമ്പം തന്നെ ആടെയും കുറച്ച് ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടല്ല, നമ്മളെ പാസ്പോർട്ട് വെരിഫൈ ചെയ്യലും പിന്നെ നമ്മളെ പാസ്പോർട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് റിട്ടേൺ വരുന്ന ദിവസമാണ് അവർ പാസ്പോർട്ട് തിരിച്ചു തന്നിട്ടുണ്ടായത്. പാസ്പോർട്ട് അവർ എടുത്തു വെച്ചിട്ട് നമുക്കൊരു ബ്ലൂ കാർഡാണ് തന്നിട്ടുണ്ടായത്. ആ ബ്ലൂ കാർഡ് മതിയായിരുന്നു നമുക്ക് ഖത്തറിൽ ഇറങ്ങാനും അവിടെ കറങ്ങാനെല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂം തപ്പൽ പരിപാടിയായിരുന്നു. റൂം ഒന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ചധികം കഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അകത്ത് കയറി. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലൂ കാർഡ് കിട്ടും. ഇതിൽ നമ്മളെ റൂം നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളെ പാസ്പോർട്ട് അവരെടുത്ത് വെച്ചു. കാണുന്നില്ല. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം അവരെടുത്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റൂം കണ്ടുപിടിക്കുന്നൊരു പരിപാടിയിലായിരുന്നു. നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടു റൂം കണ്ടുപിടിക്കാൻ. കുറേ നടന്നു. നമ്മുടെ കസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയിൽ നമുക്ക് വഴിയൊന്നും നേരെ മനസ്സിലാവില്ല, ശ്രദ്ധിച്ച് പോകണമെന്ന്. നമ്മളത് ഇത്രത്തോളം കാര്യമാക്കിയിട്ടുണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്. റൂം കണ്ടുപിടിക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. നടന്ന് പിന്നെ ആരോടെല്ലാം ചോദിച്ചിട്ടാണ് റൂം കണ്ടുപിടിച്ചത്. അപ്പോൾ അതാ നമ്മൾ റൂം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ റൂം. നമ്മളത് ഓഷൻ വ്യൂ ഉള്ള റൂമായിരുന്നു. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു കുഞ്ഞു വാർഡ്രോബ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ വാർഡ്രോബ് യൂസ് ചെയ്തിട്ടേ ഇല്ല, കാരണം പെട്ടിന്ന് സാധനം പുറത്ത് പോലും എടുത്ത് വെച്ചിട്ടാണ്. പിന്നെ നേരെ പോകുമ്പോൾ ഒരു മിററും ഒരു ടേബിളും ചെയറാണ് ഉണ്ടായത്. പിന്നെ നമുക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കാൻ ഹോട്ടലിലുള്ള പോലെ കിറ്റിലും ടീ ബാഗും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു മിറർ ഉണ്ടായിരുന്നു. അത് ഞാൻ വലിച്ച് തുറക്കാൻ നോക്കി, പക്ഷേ അത് തുറക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു ബാത്റൂം, ചെറുതാണെങ്കിലും ബാത്റൂം അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് 3 ബെഡാണ് ഉണ്ടായത്. നമ്മൾ 3 പേരുണ്ടായതുകൊണ്ട് 3 ബെഡാണ് ഉണ്ടായത്. നമ്മളത് ശരിക്കും ഓഷൻ വ്യൂ റൂമാണ്. ശരിക്കും 3 കാറ്റഗറീസ് ഉണ്ട്. അതായത് ഇൻറ്റീരിയർ സ്റ്റേറ്റ് റൂം, ഓഷൻ വ്യൂ, പിന്നെ ബാൽക്കണി. നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായത് ഓഷൻ വ്യൂ ആയിരുന്നു. ഓഷൻ വ്യൂവിൽ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നമുക്ക് കടൽ കാണുമ്പോണ്ടല്ലോ ഗൈസ്, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. കാരണം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നല്ലോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷിപ്പിലെല്ലാം ഉണ്ട് ഗൈസ്. നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി. ഷിപ്പിലെല്ലാം ഉണ്ട്.
അതായത് ഫുഡ് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ സ്വിമ്മിംഗ് പൂള്, പിന്നെ വോളിബോൾ കളിക്കാനൊരു ഏരിയ, കുട്ടികൾക്ക് അല്ലാണ്ട് കളിക്കാൻ വേറൊരു ഏരിയ, പിന്നെ ഗെയിംസ് നമ്മൾ മാളിലൊക്കെ കാണുന്ന ഗെയിംസ് ഇല്ലേ, ആ ഗെയിംസ് കളിക്കാൻ വേറെ ഏരിയ, പിന്നെ സ്പാ സെൻറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, വേറെ സെപ്പറേറ്റ് ഷോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഷിപ്പിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ട് ഞെട്ടി. നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ അറിയില്ല, കാരണം അതിന് മാത്രം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അപ്പോഴത്തേക്കും ഫുഡ് കൗണ്ടറിൽ ഓപ്പൺ ആയിട്ടുണ്ടായിന്. പക്ഷേ നമ്മൾ അതിന് മുന്നേ ഒന്ന് ഷിപ്പിൻ്റെ ടോപ്പിൽ പോകാമെന്ന് വെച്ചിട്ട് അങ്ങ് ടോപ്പിൽ പോയി. ടോപ്പിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ കുറേ സമയം അവിടുന്ന് വ്യൂ എല്ലാം ആസ്വദിച്ചിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോയത്. ശരിക്കും നമ്മൾ ആദ്യം നമുക്കിതിനെക്കുറിച്ച് അധികം അറിയാത്തതുകൊണ്ട് കിട്ടിയെടുത്ത് പോയിട്ട് ഫുഡ് കഴിച്ചു. നമ്മൾ ആദ്യം കണ്ടൊരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിച്ചു. അവിടെ ശരിക്കും ഇന്ത്യൻ, അറബിക്, ചൈനീസ് 3 ടൈപ്പ് ഫുഡ് ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മളെക്കുറിച്ച് ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. പക്ഷേ ഫുഡിൻ്റെ അടുത്ത് എത്തിയിട്ട് കഴിച്ചിട്ട് നമുക്ക് വലിയ ഒരു സംതൃപ്തി ഉണ്ടായിട്ട്, അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ടെൻഷൻ അടിച്ചിട്ടുണ്ടായത്. പക്ഷെ പിന്നെയാണ് നമ്മൾ അറിഞ്ഞത് അതല്ല, ശരിക്കും ഇന്ത്യൻ ഫുഡ് വേറെ തന്നെ, സെപ്പറേറ്റ് വേറെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. രണ്ടാമത് നമ്മളെ കസിൻ ഉണ്ടായിരുന്നു ഷിപ്പിൽ. അപ്പോൾ കസിനെ കൂടി കണ്ടിട്ടാകുമ്പോൾ രണ്ടാമത് നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു, നല്ല ഫുഡ് കഴിച്ചു. സ്വെറ്റർ എല്ലാം കൊണ്ടുവന്നില്ല. സ്വെറ്റർ ഇട്ടിട്ടാണ് സ്വെറ്റർ മുക്കുന്നുണ്ട്. സ്വെറ്റർ പോരാ. ഇപ്പൊ ഷിപ്പ് എടുത്തിട്ടല്ലോ, 9 മണിയാവും തോന്നുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് 8 മണിക്ക് എന്തോ ഒരു ക്ലാസ് ഉണ്ട്, അതായത് ഇവിടുത്തെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ക്ലാസ് ആയിരിക്കും തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ക്ലാസ്സിന് പോകണം. ഇന്നത്തെ വീഡിയോ ഞാൻ ഫുള്ളും വോയിസ് ഓവർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, കാരണം അവിടെ ഫുൾ ടൈം പാട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടിട്ടാൽ കോപ്പിറൈറ്റ് വരും. സോ ഞാൻ വോയിസ് ഓവർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നടക്കാൻ ഇറങ്ങി. നടന്നിട്ട് എത്തിയത് പിന്നെയും ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു. പക്ഷേ അത് എന്തോ പാലസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. എനിക്കൊന്ന് VIP-കൾക്കില്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ അവിടെ പെട്ടെന്ന് കയറി അപ്പം തന്നെ തിരിച്ചു വന്നു. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളെല്ലാം കണ്ടപ്പാടെ തിരിച്ചു വന്നു. അതിന് ശേഷം നമ്മൾ വീണ്ടും വേറെ സ്ഥലത്ത് പോയി. അവിടെ ഒരു ചെറിയ ഡാൻസ് ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ഡാൻസ് ക്ലാസ്സിന് പങ്കെടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ സമയത്ത് വേറെ എന്തോ കാണാൻ പോകാനുണ്ടായതുകൊണ്ട് ഞാൻ അതിന് പോയിട്ടാ. ഇപ്പം നമ്മൾ കസിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ കസിനെ വെയിറ്റ് ചെയ്യായിരുന്നു. അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോയി. അത് ശരിക്കും അടിപൊളി ഫുഡ്. രണ്ടാമത്തെ ഡിന്നർ അതാണ് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചത്. അത് സൂപ്പർ ഫുഡായിരുന്നു. എവിടെയോ കൊണ്ടുപോയിട്ട് ബീച്ച് പൊറോട്ട ഉണ്ട്, ഞാനുണ്ട്. വർത്താനം പറയാൻ സമ്മതിക്കുന്നില്ല. ഇനി നമ്മൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങുന്നു. അല്ല എന്തോ 9:30 ഒരു ഷോ ഉണ്ട് എന്ന് പറഞ്ഞു, എന്തോ ആനിമേഷൻ ഷോ. അപ്പോൾ അത് കാണാൻ നമുക്ക് ഇവളില്ല, ഞാനും ഒരോട്ടം പോകും. ഇനി ഞങ്ങൾ കപ്പിൾസ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നു. സിനിമയല്ല, എന്തോ ഷോ ഉണ്ട്, അത് കാണാൻ പോകും. ഷിപ്പിലെ തിയേറ്റർ ഇപ്പോൾ കാണിച്ചു തരാം. So if you're looking forward to buy some souvenirs for your family, friends, relatives, you will get it very cheap over here and good quality as well. Even if you want your perfume, clothing, any antique, you will find it over here. Clothing like handmade clothing is also available. Always had a vision, always had കുറിച്ച് എന്തായാലും എടുത്ത് പറയണം എന്ന് തന്നെ എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇവർക്ക്. നമുക്കിങ്ങനെ 20 മിനിറ്റ് ഉണ്ടായിന്, പെട്ടെന്ന് തീർന്നു പോയി എന്ന് പോലും തോന്നി, അത്രയ്ക്കും രസമുണ്ടായിന്. അതിന് ശേഷം ക്യാരക്ടേഴ്സെല്ലാം ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വന്നു, കാരണം നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഷെയ്ക്ക് ഹാൻഡ് എടുക്കാനെല്ലാം വേണ്ടിയിട്ട്. കുട്ടികളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിന്. കുട്ടികളെക്കാളും നമ്മളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു ഷെയ്ക്ക് ഹാൻഡ് എടുക്കാനെല്ലാം. അത്രയ്ക്കും രസമുണ്ടായിരുന്നു പെർഫോമൻസ്.
ഇതിന് ശേഷം ഞാൻ കുറച്ച് ക്ലിപ്സും കൂടി എടുത്തിട്ടുണ്ടായിന്. അതൊന്നും ഇപ്പോൾ എൻ്റെ ഫോണിൽ കാണുന്നില്ല. കൺക്ലൂഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിന്, അതും കാണുന്നില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ക്രൂസിലെ ഫസ്റ്റ് ഡേ. ഡേ 2ൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്